അതെ, പ്രണയിക്കുന്നവർക്ക് വണ്ടി എടുത്ത് പ്രണയിക്കാം. അതിന്റെ ഓഫറാണ്. വെയിലൊക്കെ അല്ലേ, ഉള്ള വണ്ടി വേണം, നിർബന്ധമാണ്. ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 ഓടിയിട്ടുള്ളൂ അല്ലേ? 2014 വളരെ വളരെ ലോ കിലോമീറ്റർ, അതും ഫസ്റ്റ് ഓണർ വണ്ടിയും കൂടിയാണ്. അപ്പൊ അത്രയും തപ്പി പിടിച്ചെടുക്കുന്ന വണ്ടികളാണ്. പിന്നെ വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലൈന്റ്സ് ഇല്ലാത്ത വണ്ടികളായിരിക്കും. പിന്നെ കാർ 24 സെലക്ട് ചെയ്യണതുകൊണ്ട് ആ കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താന്ന് വെച്ചാൽ നമ്മൾ 1 ഇയർ കസ്റ്റമറിന് വാറന്റി കൊടുക്കുന്നുണ്ട്. ഈ യാർഡിൽ കിടക്കുന്ന ഏത് വണ്ടിയും നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണ്, ബാങ്കുകാർക്ക് നിങ്ങളൊരു ഉടായ്പല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് വണ്ടി സീറോയിൽ ഇറക്കാം. 1 രൂപ കൊണ്ടുവരണ്ട കേട്ടോ, 1 രൂപ പോലും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് വണ്ടികൾ ഇറക്കിക്കൊണ്ട് പോയി ഇവിടുന്ന്. അതാണ് ഏറ്റവും വലിയ ഗുണം. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് നെക്സോൺ അല്ലേ? അതെ, ഓട്ടോമാറ്റിക് അല്ലേ. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 7 ഡേയ്സ് റിട്ടേൺ പോളിസി, അല്ലെങ്കിൽ 500 കിലോമീറ്റർ. വണ്ടി ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിലോ 500 കിലോമീറ്ററിനുള്ളിലോ കസ്റ്റമർ വണ്ടി റിട്ടേൺ ചെയ്താൽ, ഇന്ന് ഞാൻ ഈ നിൽക്കുന്ന ഈ ഒരു ഗ്രൗണ്ട്, അതായത് നമ്മുടെ വീഡിയോയ്ക്ക് ഇതിന് മുമ്പ് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും എവിടെയാണെന്നുള്ളത്. നമ്മുടെ കൊച്ചിയിലുള്ള കാക്കനാട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ കാർ 24ന്റെ യാർഡാണ് കേട്ടോ. ഏകദേശം ഒരു 200-ലധികം വണ്ടികൾ ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളാണ്. വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ക്വാളിറ്റിയുള്ള വണ്ടികൾ. അതായത് ഏത് സെഗ്മെന്റിൽ, അതായത് വളരെ ലോ ബഡ്ജറ്റ് മുതൽ ഹൈ ബഡ്ജറ്റ് വരെയുള്ള എല്ലാവിധ വണ്ടികളും ഉണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, മാനുവൽ ഉണ്ട്, അങ്ങനെ SUV ഉണ്ട്, സെഡാൻ ഉണ്ട്, എന്ത് വേണോ അതെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ രോഹിത്തിനോട് ചോദിച്ചു നോക്കാം. രോഹിത്തെ, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിരിക്കുന്നു. ഇഷ്ടം പോലെ വണ്ടികളുണ്ടല്ലേ? മെയിനായിട്ട് പറയേണ്ടത്, നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നിങ്ങളൊരു സ്വിഫ്റ്റ് എടുക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് വണ്ടികളുടെ ഡീറ്റെയിൽ കാണുമ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷൻ ആയി പോകും, ഏതെടുക്കണം എന്നുള്ളത് അല്ലേ? കാരണം ഇതിപ്പോൾ നമുക്ക് വാരിക്കൊണ്ടുപോകാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ കുറേ വാരിക്കൊണ്ടുപോയത് കാരണം അത്രയധികം ഈ ഒരു ഗ്രൗണ്ട് നിറച്ചും കിടക്കുന്നത് എല്ലാം നമ്മുടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധാരണക്കാരുടെ വണ്ടികളാണ് കേട്ടോ. പിന്നെ ഓൾമോസ്റ്റ് 200 എണ്ണത്തിന് മേലെ വണ്ടികളുണ്ട്. അതിനകത്ത് എല്ലാ വേരിയൻസും ഇല്ല, ഒട്ടുമിക്ക എല്ലാം ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങളൊരു i20 ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ i20ന്റെ ബേസ് വേരിയന്റ് മുതൽ ഏറ്റവും ടോപ്പ് വേരിയന്റ് വരെ ഉള്ളത്, അതുപോലെ തന്നെ ഇറങ്ങിയ കാലം മുതലുള്ള എല്ലാ വേരിയൻസ്, അതായത് ഓരോ മോഡൽ കളറുകളും എല്ലാം അവൈലബിൾ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് വാഹനങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നത് രോഹിത് ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു i20 തുടങ്ങിയാലോ? തുടങ്ങാം. രോഹിത്, ഞാൻ ഒരു കാര്യം ടു ബി ഫ്രാങ്ക് ചോദിക്കട്ടെ. അതായത് ഒരു യൂസ്ഡ് കാർ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, നമ്മൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ട് അല്ലെങ്കിൽ എന്തിന് കാർ 24 സെലക്ട് ചെയ്യണം? കാർ 24 സെലക്ട് ചെയ്യണതുകൊണ്ട് ആ കസ്റ്റമറിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 1 ഇയർ കസ്റ്റമറിന് വാറന്റി കൊടുക്കുന്നുണ്ട്. ആ 1 ഇയറിൽ 1 മന്ത് ഫ്രീ ആണ്. പിന്നെ 1 ഇയറിലേക്ക് കസ്റ്റമറിന് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ 7 ഡേയ്സ് റിട്ടേൺ പോളിസി, അല്ലെങ്കിൽ 500 കിലോമീറ്റർ. വണ്ടി ഇവിടെ നിന്ന് എടുത്തതിന് ശേഷം 7 ദിവസത്തിനുള്ളിലോ 500 കിലോമീറ്ററിനുള്ളിലോ കസ്റ്റമർ വണ്ടി റിട്ടേൺ ചെയ്താൽ, നമ്മൾ കസ്റ്റമർ എത്ര രൂപ ആ വണ്ടിക്ക് വേണ്ടി ചെലവാക്കിയോ ആ ഫുൾ എമൗണ്ട് 1 രൂപ പോലും കുറയാതെ നമ്മൾ കസ്റ്റമറിന് തിരിച്ചു കൊടുക്കും, വിത്ത് നോ റീസൺ. അതായത് ഒരു കളർ ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ വണ്ടി ഓടിച്ചിട്ട് ഒരു സുഖം ഇല്ല എങ്കിൽ പോലും മാറ്റി കൊടുക്കും. ഒന്നെങ്കിൽ വണ്ടി നിങ്ങൾക്ക് വേറെ എടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഫണ്ട് റീഫണ്ടബിൾ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ? ഒരുപാട് ബെനിഫിറ്റുകൾ. ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടോ? ഇപ്പൊ നമുക്ക് വാലന്റൈൻസ് ഡേ പ്രമാണിച്ച് കുറച്ച് ഓഫറുകൾ കാര്യങ്ങളെല്ലാം. പ്രണയിക്കുന്നവർക്ക് വണ്ടി എടുത്ത് പ്രണയിക്കാം, അതിന്റെ ഓഫറാണ്. വെയിലൊക്കെ അല്ലേ, ഉള്ള വണ്ടി വേണം, നിർബന്ധമാണ്. ഓക്കെ, എന്താണ് ഓഫർ? ഇപ്പൊ നമുക്ക് ഈ വണ്ടി വരുന്നത് 2015 i20 ആസ്റ്റ് ആണ്. ടോപ്പ് മോഡൽ, ഏറ്റവും ടോപ്പ് മോഡൽ അല്ലേ? 1.2 ആണ് എഞ്ചിൻ വരുന്നത്. പെട്രോൾ ആണ്, പെട്രോൾ ആണ് വണ്ടി വരുന്നത്. ഇത് മാനുവൽ ആണ്. ഇത് 67,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. പിന്നെ പെട്രോൾ വണ്ടിക്ക് കിലോമീറ്റർ നോർമലി കുറയും. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലേശം മൈലേജ് കുറവായിരിക്കും. ഒരു 12 മുതൽ 15 വരെ നിങ്ങൾ മാക്സിമം പ്രതീക്ഷ അത്രേ കിട്ടുള്ളൂ. അത് മാത്രമല്ല, പിന്നെ വേറൊരു ഗുണം എന്ന് പറയുന്നത് വളരെ വളരെ ക്വാളിറ്റി ഉള്ള ഒരു വണ്ടിയാണ് അല്ലേ? ഇത് 15 60 സംതിങ് ഓടിയിട്ടുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ഒരു പ്രശ്നമില്ല, ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ് അല്ലേ? ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും എക്സ്ട്രാ നീറ്റ് ആണ് കേട്ടോ. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് വേരിയന്റ് ഏതാ പറഞ്ഞ? സ്പോർട്സ് ടോപ്പ് മോഡലാണ്, ഏറ്റവും ടോപ്പ് വണ്ടിയാണ് കേട്ടോ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊജക്ടർ ഒന്നും വരുന്നില്ല അല്ലേ? അന്ന് വരുന്നില്ല പ്രൊജക്ടർ. പക്ഷെ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ഏകദേശം ഒരു 60-70% അടുത്തുണ്ട്. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലെന്ന് ഉറപ്പാണ്. പിന്നെ ഇവരുടെ മെയിൻ സാധനം ഉണ്ട്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് വണ്ടീന്റെ ഓരോ മുക്കും മൂലയും നോക്കാൻ പറ്റുന്ന ഒരു ആപ്പ് ഉണ്ട്. നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ്. അപ്പൊ ആ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അതായത് ഈ കാറിന്റെ സ്ക്രാച്ചോ ചളുക്കോ അങ്ങനെ എന്തൊക്കെ കുഴപ്പങ്ങളുണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കാണാം. അതായത് പിന്നെ വണ്ടീന്റെ പുറമെ, അതായത് ഔട്ടർ ബോഡിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇന്നർ ബോഡിയിൽ പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള സ്ക്രാച്ചസ് ഉണ്ടോ, പിന്നെ ടയറിന്റെ
ടയറിന്റെ ലൈഫ്, ടയർ ലൈഫും കാര്യങ്ങളെല്ലാം, പിന്നെ എഞ്ചിന്റെ സൗണ്ട്, അതെല്ലാം നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ വണ്ടിയുടെ സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഹിസ്റ്ററി അടക്കം അതിനകത്തുണ്ട്. ഹിസ്റ്ററി ഇവിടെ വന്നിട്ട് ഇനി ഇവരോട് തപ്പി കണ്ടുപിടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഒന്ന് നോക്കിക്കോളൂ. ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്ന വണ്ടി അതിൻ്റെ അകത്ത് ഉണ്ടോ എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ അതിന് എത്ര ലോൺ കിട്ടും, എല്ലാ ഡീറ്റെയിലും അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ഇവിടെ വരണ്ട, ആപ്പ് നോക്കി വണ്ടി ഇപ്പൊ നമ്മള് ഫ്ലിപ്പിലൊക്കെ കസ്റ്റമറിന് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ ലാസ്റ്റ് ഒരു കൺഫർമേഷന് മാത്രം, ഉറപ്പിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾക്ക് ഇവിടെ വരേണ്ട കാര്യം ആവശ്യമുള്ളൂ അല്ലേ? ഓക്കെ, എന്തായാലും ഈ 15 മോഡല് i20 ആസ്റ്റ എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഈ വണ്ടി 5,20,000 രൂപയ്ക്ക് കൊടുക്കാം. 5,20,000 രൂപ. ഓഫർ എന്താ ഇപ്പോൾ ഉള്ളത്? ഇപ്പം ശരിക്കും പറഞ്ഞ ഇതിന്റെ വില പറയുന്നത് 5,68,000 രൂപയാണ്. അതിൽ നിന്നാണ് ഇപ്പം ഓഫർ 5,20,000 കൊടുക്കുന്നത്. ഏകദേശം ഒരു 48,000 രൂപേന്റെ ഓഫർ ഇപ്പോൾ വന്നിട്ടുണ്ട് അല്ലേ? പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ ഇന്നിപ്പോ നമ്മൾ 5,20 ഇതിന് റേറ്റ് പറഞ്ഞല്ലോ, ചിലപ്പോൾ നാളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ 4,50 കിട്ടും. അത് ഓരോ ദിവസത്തെ ഓഫറാണ്. നമ്മുടെ ആപ്പ് എപ്പോഴും ചെക്ക് ചെയ്തോണ്ടിരുന്നാൽ റേറ്റുകൾ ഇങ്ങനെ മാറി പറഞ്ഞു വരും അല്ലേ? ഓക്കെ, അത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പൊ എന്തായാലും 5,20,000 രൂപയ്ക്ക് i20 ആസ്റ്റ 2015 മോഡൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമാക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. പേര് പറഞ്ഞു വരുവാണെങ്കിൽ നമുക്ക് ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ സെറ്റ് ചെയ്യാം. അതിന്റെ മേലെ കൊടുക്കാം. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. അതായത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെങ്കിൽ റോഡ് മാസ്റ്ററിന്റെ വീഡിയോ കണ്ടിരുന്നു ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കുക, നിങ്ങൾക്ക് കിട്ടുന്നതിന്റെ മാക്സിമം നിങ്ങൾ വാങ്ങിക്കോളൂ കേട്ടോ. നല്ലൊരു ഹോണ്ടേന്റെ വണ്ടി, അതും ജാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു 8-10 വണ്ടി ഇവിടെ നിലവിൽ അവൈലബിൾ ആണ് അല്ലേ? കാരണം ഞാൻ ഇവിടെയുള്ള എല്ലാ വണ്ടിയും കാണിക്കാൻ നിന്നുണ്ടെങ്കിൽ മിനി സീരിയൽ കൊണ്ട് പോലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട്. അതെ. അപ്പൊ ഞാൻ എന്തായാലും അതിനകത്തൊക്കെ ഉള്ളതിൽ വെച്ച് നിങ്ങൾക്ക് ഏറ്റവും നല്ല ഓഫറിൽ തരാൻ പറ്റുന്ന വണ്ടികളാണ് കാണിക്കുന്നത്. ബാക്കിയുള്ളത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഇതേതാ മോഡൽ? ഇത് 2016 ഹോണ്ട ജാസ് ആണ്. ഇത് 1.2 ലിറ്റർ ഐവിടെക് VX എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. VX ആണ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷന്റെ താഴെ. അതെ. ഇതിനകത്ത് കീലെസ് എൻട്രിയും ബട്ടൺ സ്റ്റാർട്ടും വരില്ല. വരുന്നുണ്ട്. കീലെസ് വരുന്നില്ല. ബാക്കിയുള്ള ഒരുവിധം എല്ലാ മറ്റേ ഫീച്ചേഴ്സും ഉണ്ട്, എല്ലാ കാര്യങ്ങളും. ഇന്റീരിയർ ഒക്കെ നല്ല ക്ലീൻ ആണ്. ബോഡി വൈസ് കാര്യമായ സ്ക്രാച്ചോ ഡെന്റോ ഒന്നുമില്ല. അലോയ് വീൽസ് ഉണ്ട്. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളും ഏകദേശം ഒരു 60% ഉണ്ട് കേട്ടോ. സൺറൂഫും വരുന്നില്ല അല്ലേ? ഇല്ല, സൺറൂഫ് ഇല്ല. മാനുവൽ ആണ് വരുന്നത്. ഇത് 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 24 ഓടിയിട്ടുള്ളൂ അല്ലേ? 2016 വളരെ ലോ കിലോമീറ്റർ. അതും ഫസ്റ്റ് ഓണർ വണ്ടിയും കൂടിയാണ്. ഇവിടെ ഉള്ളതിൽ മിക്കവാറും വണ്ടികളൊക്കെ സിംഗിൾ ഓണർ ആയിരിക്കും. സിംഗിൾ ഓണർ ആണ് കൂടുതലുള്ളത്. പിന്നെ സെക്കൻഡ് ഓണറും തേർഡ് ഓണറും ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഓണർ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ എവിടെ നിന്നാണ് ഇങ്ങനെ വണ്ടി വാങ്ങിച്ചു കൂട്ടുന്നത്? നമുക്ക് ആൾക്കാർ കുറെ സ്ഥലങ്ങളിൽ നിന്ന് വിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ കാസ് 24ന്റെ ഒരു യൂണിറ്റ് ഉണ്ട്, ഒരു പാർക്കിംഗ് യാർഡ് ഉണ്ട്. അപ്പൊ കാറുകൾ ഇങ്ങനെ ഇവര് ഹോം ഇൻസ്പെക്ഷൻ ഉണ്ടല്ലോ, അപ്പൊ അവര് വണ്ടികൾ സെല് ചെയ്യുമ്പോൾ നമ്മൾ ഇതെല്ലാം ഓരോ ഡിസ്ട്രിക്റ്റിലെയും പാർക്കിംഗ് യാർഡിലേക്ക് ഇടും. അവിടെ നല്ല കാറുകൾ മാത്രം നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ നേരെ ഹബിലേക്ക് കൊണ്ടുവരുള്ളൂ അല്ലേ? ഓക്കെ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ കേരള വണ്ടിയാണ്, കേരളത്തിലുള്ള വണ്ടികളാണ് ഇത് മുഴുവനും. കേരള വണ്ടികൾ മാത്രം നമ്മൾ എടുക്കുന്നു, അതർ സ്റ്റേറ്റ് വണ്ടികളൊന്നും ഇല്ലല്ലോ. അതും സിംഗിൾ ഓണർ വണ്ടികളൊക്കെ. അപ്പൊ അത്രയും തപ്പി പിടിച്ചെടുക്കുന്ന വണ്ടികളാണ്. പിന്നെ വാറണ്ടി കൊടുക്കുന്നതുകൊണ്ട് തന്നെ കംപ്ലൈന്റ്സ് ഇല്ലാത്ത വണ്ടികളായിരിക്കും. പിന്നെ യൂസ്ഡ് കാർ ആണ്. അപ്പൊ ചിലപ്പോൾ പിന്നെ കസ്റ്റമർ എടുത്തു കഴിയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നെന്നിരിക്കാം. അത് ഒരു സാധ്യതയാണ്. നെറ്റിലും ബോൾട്ടിലും ഓടുന്ന സാധനമാണ്, പലതും വരാം. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ 1 month ഫ്രീ വാറണ്ടി കൊടുക്കുന്നത്. പിന്നെ 1 ഇയറിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ അത് ചെറിയൊരു പേയ്മെന്റ് വരത്തേ ഉള്ളൂ. ഓരോ കാറിനും ഓരോ റേറ്റ് ആണ് വരുന്നത്. അത് ആപ്പിൽ തന്നെ അറിയാൻ പറ്റും അല്ലേ? അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന്റെയാണ്. അത് നമ്മുടെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്നൊക്കെ പറയുകയാണെങ്കിൽ അതിലെല്ലാം നിങ്ങൾക്ക് നല്ല ഡിസ്കൗണ്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ 2016 ലോ കിലോമീറ്റർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു കുഴപ്പമില്ല, നീറ്റ് വണ്ടി കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? ഇതിന് 5,60,000. 5,60,000. 2016 ആണ് കേട്ടോ. 2016 6,21 ആണ്. അതിൽ നിന്നാണ് 5,60,000 രൂപയ്ക്ക് വന്നതല്ലേ? അപ്പൊ 6,21 എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു റേറ്റ് പറഞ്ഞിട്ടുണ്ട് 80,000 രൂപേന്റെ അടുത്തൊക്കെ ഡിസ്കൗണ്ട് വന്നല്ലേ? പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, 2016 സ്വിഫ്റ്റിന് എന്ത് പൈസ കൊടുക്കണമെന്ന്. ആ പൈസക്കാണ് ഇത് കിട്ടുന്നത്. അതൊരു 6-6.5 കൊടുക്കേണ്ടി വരും. 16 സ്വിഫ്റ്റിനൊക്കെ അത് നല്ലൊരു ക്ലീൻ, ഇതുപോലത്തെ ഒരു ക്ലീൻ വണ്ടി ആണെങ്കിൽ, ലോ കിലോമീറ്റർ ഓടിയ ഫസ്റ്റ് ഓണർ വണ്ടി ആണെങ്കിൽ എന്തായാലും ഒരു 6 എന്തായാലും കൊടുക്കണം. 6 ഇല്ലെങ്കിൽ ഒരു 6, 5.25, 6 എന്തായാലും വരും അല്ലേ? പിന്നെ മാരുതി വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നല്ല കമ്പനിയാണ്, ഹോണ്ടയാണ്. വേറൊരു കാര്യമുണ്ട്, എഞ്ചിൻ ലൈഫ് ടൊയോട്ട കഴിഞ്ഞാൽ പിന്നെ ഉള്ളത്. അതെ, 1.2 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്. അതും ഐവിടെക് ആണ്. മോശമില്ലാത്തൊരു മൈലേജും കിട്ടും. അത് നല്ല മൈലേജും കിട്ടും ജാസിന്. പിന്നെ ലോണിന്റെ കേസും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്ക്. 100%. ഏത് വണ്ടി ഈ യാർഡിൽ കിടക്കുന്ന ഏത് വണ്ടി നിങ്ങളുടെ പ്രൊഫൈൽ പക്കയാണ്, ബാങ്കുകാർക്ക് നിങ്ങളൊരു ഉടായ്പല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഏത് വണ്ടി സീറോയിൽ ഇറക്കാം. 1 രൂപ കൊണ്ടുവരണ്ട കേട്ടോ. 1 രൂപ പോലും കൊടുക്കാണ്ട് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് വണ്ടികൾ ഇറക്കിക്കൊണ്ട് പോയി ഇവിടുന്ന്. അതാണ് ഏറ്റവും വലിയ ഗുണം. അപ്പൊ ഞാൻ എല്ലാ വണ്ടിക്കും ലോണിന്റെ കേസ് പറയുന്നില്ല. ഇവിടെയുള്ള കംപ്ലീറ്റ് വണ്ടിയും സീറോ ഡൗൺ പേയ്മെന്റ്. എല്ലാ വണ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ
ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം നമുക്ക് കസ്റ്റമറിന്റെ പ്രൊഫൈൽ നോക്കണം. നമുക്ക് സിബിലും കാര്യങ്ങളൊക്കെ നോക്കി പ്രൊഫൈൽ ഓക്കെ ആണെങ്കിൽ സീറോയിൽ നിങ്ങൾക്ക് വണ്ടി ധൈര്യമായിട്ട് ഇറക്കാം. ഓക്കെ, എന്തായാലും നമുക്കൊന്ന് ആർക്കെങ്കിലും ഈ ഒരു ജാസ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോന്റെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്, ഒന്ന് നോക്കിക്കോളൂ. നിങ്ങളാരെങ്കിലും ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള വളരെ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് നെക്സോൺ അല്ലേ? അതെ, ഓട്ടോമാറ്റിക് അല്ലേ, പെട്രോൾ ആണ്. ഏതാ മോഡലും കാര്യങ്ങളൊക്കെ? ഇത് 2021 XZ A+ എന്ന് പറയുന്ന ടോപ്പ് മോഡലാണ്. അതായത് അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ്, അന്ന് ഇറങ്ങിയാൽ ഏറ്റവും ടോപ്പ്. സൺറൂഫ് എല്ലാം വരുന്നുണ്ട്. അതെ, പിന്നെ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതെ അതെ, എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. കമ്പനി അലോയ് ആണ്. പിന്നെ ന്യൂ ഷേപ്പ് വേണ്ടോ? ഈ ഒരു ഷേപ്പ് ഭയങ്കര രസമാണ് വണ്ടിക്ക്. നല്ല രസം. അതായത് എനിക്ക് എന്റെ പേഴ്സണൽ ഒരു അഭിപ്രായം വെച്ചിട്ട് ഇപ്പൊ ഏറ്റവും പുതിയതും ഇതിന് മുമ്പ് ഇറങ്ങിയതിനേക്കാളും എനിക്ക് ഇഷ്ടം ഈ ഒരു ഫേസ് ആണ് അല്ലേ? നല്ലൊരു രസം. അതായത് ഇപ്പൊ ലേറ്റസ്റ്റ് ഇറങ്ങിയതിലേക്ക് ഒരു സ്ട്രൈപ്പ് പോലെയാണ് ഹെഡ്ലൈറ്റ് പോകുന്നത്. അതിനേക്കാളും അടിപൊളിയാണ്. നല്ലൊരു ലുക്കുള്ള വണ്ടി തന്നെയാണ്. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ കുഴപ്പമൊന്നുമില്ല, നല്ല വൃത്തിയുണ്ട്. ഇത് കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? വെറും 13 ഓടിയിട്ടുള്ളൂ. 13 ഓടിയിട്ടുള്ളൂ. മോഡൽ പറഞ്ഞില്ലല്ലോ നമ്മള്. മോഡൽ 2021 മോഡലാണ്. ഇതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് പറഞ്ഞാൽ 11/1/2022 ആണ്. അതായത് ഇത് 22 ആണോ 21 ആണോ മോഡല്? ഇത് 21 മോഡൽ. 21 അതായത് 21 മോഡൽ 22 രജിസ്ട്രേഷൻ ഉള്ള വണ്ടിയാണ് കേട്ടോ. വെറും 13,000 കിലോമീറ്റർ ഓടിയിൽ അണ്ടർ വാറണ്ടി ഉണ്ടാവും അല്ലേ? അതെ, വാറണ്ടി. പക്ഷേ ഇതിന്റെ ഇവിടെ ഫ്രണ്ടിൽ ഒരു സ്ക്രാച്ച് ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മുടെ ആപ്പിൽ മെൻഷൻ ആയിരിക്കും. ആ സ്ക്രാച്ചുകളും പിന്നെ അതുപോലെ തന്നെ വേറെ എവിടെയൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ അതൊക്കെ ആപ്പിൽ കാണിച്ചിട്ടുണ്ടോ. ഇവിടെ ഒരു സ്ക്രാച്ച് ഉണ്ട് കേട്ടോ. ഇതിപ്പോ ഞാൻ പറയണത് നിങ്ങൾ നോക്കണ്ട, ഇത് ഉണ്ടോ ഇല്ലയോ നിങ്ങൾ ഈ വണ്ടീന്റെ നമ്പർ വെച്ചിട്ട് ആപ്പിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിക്കോട്ടെ. 100% ഉണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. സ്ക്രാച്ച് പിന്നെ ചളുക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ആപ്പിൽ. ടയറിന്റെ കണ്ടീഷൻ എല്ലാം ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ഒരു വണ്ടി ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആപ്പ് വഴി ബുക്ക് ചെയ്യണമെങ്കിൽ എന്താ അതിന്റെ ഒരു പ്രൊസീജിയർ? അതെ, ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാൻ നമുക്ക് താഴെ ഈ കാർ എടുക്കുമ്പോൾ തന്നെ ബുക്ക് ഫോർ ടെസ്റ്റ് ഡ്രൈവ് ഉണ്ടാവും. അത് ബുക്ക് ചെയ്താൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനുള്ള ഒരു അപ്പോയിന്റ്മെന്റ് മാത്രമേ ആവത്തുള്ളൂ. പക്ഷെ ഇപ്പൊ ദൂരെ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ നിങ്ങൾ ടോക്കൺ ചെയ്തിട്ട് വരാൻ മാക്സിമം നോക്കുക. ടോക്കണും ബുക്കിങ്ങും നമ്മുടെ ഇവിടെ രണ്ടും രണ്ടാണ്. ദൂരെ നിന്നൊക്കെ വരുമ്പോ നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് അത് ടോക്കണും കൂടെ ചെയ്യാം. ടോക്കൺ ചെയ്യാൻ ഒരു 10 രൂപ കൊടുക്കണം, 10,000 റുപ്പീസ് കൊടുക്കണം. അത് റീഫണ്ടബിൾ ആണ്. കസ്റ്റമറിന് വണ്ടി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ ഫുൾ എമൗണ്ട് റീഫണ്ട് ചെയ്യും. അപ്പം ഇനിയിപ്പം നിങ്ങൾ ചെയ്തില്ല എങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കോഴിക്കോട്, മലപ്പുറം അവിടെ നിന്നൊക്കെ വരുവാണെങ്കിൽ വണ്ടി ജസ്റ്റ് ബുക്ക് ചെയ്തിട്ട് വരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും വണ്ടി ഒന്നെങ്കിൽ വേറെ പിന്നെ ടോക്കൺ ആവും, ആരെങ്കിലും ഡെലിവറി ചെയ്തിട്ടുണ്ടോ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ അത് ഡിസപ്പോയിന്റ് ആവും. ഇവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്, കംപ്ലൈന്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് വരാതിരിക്കാനാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ട് വരുമ്പോൾ ടോക്കൺ ചെയ്തിട്ട് വരാന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് വേറൊരു കാര്യം ഉണ്ട്. അതായത് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് സെപ്പറേറ്റ് ബുക്ക് ചെയ്യൊന്നും വേണ്ട, വണ്ടി അങ്ങ് ബുക്ക് ചെയ്തു ഒരു 10,000 രൂപ വെച്ചിട്ട് അത് റീഫണ്ടബിൾ ആണല്ലോ. അപ്പൊ തന്നെ ആ ഡേ തന്നെ വിത്തിൻ 24 hours നിങ്ങൾക്ക് റീഫണ്ടബിൾ ആണ്. ഇതിന്റെ വിലയും കൂടി ഒന്ന് പറഞ്ഞു. 22 ഇത് 11,50,000 രൂപയാണ് വില. ഇവിടുത്തെ ശരിക്കുള്ള വില. ഇപ്പൊ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 10,50,000 രൂപയ്ക്ക് കൊടുക്കാം. 1,00,000 രൂപ ഡിസ്കൗണ്ട് കൊടുത്തു. അതായത് റിപ്പബ്ലിക് ഡേയുടെയും വാലന്റൈൻസ് ഡേയുടെയും കൂടെ കൂടിയിട്ടുണ്ട്. 21 മോഡൽ 22 രജിസ്ട്രേഷൻ 13,000 കിലോമീറ്റർ ഓടിയ ഓട്ടോമാറ്റിക് കിടിലൻ വണ്ടി. ആരെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളൂ. 10,50,000 രൂപ. അതിൽ നിന്നും വീണ്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഉണ്ടാവും. ഡിസ്കൗണ്ട് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരാൾ അതായത് ഒരു ഫാമിലിയിലേക്ക് ഒരു വണ്ടി എടുക്കാനൊക്കെ ആഗ്രഹിക്കുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ് അല്ലേ ഇയോൺ എന്ന് പറയുന്നത്. വളരെ കോമ്പാക്റ്റബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അത് എല്ലാം കൊണ്ടും, സൈസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും വിലയാണെങ്കിലും സർവീസ് ആണെങ്കിലും എല്ലാം കൊണ്ടും അല്ലേ? ഭയങ്കര യൂസ്ഫുൾ. അതെ അതെ അതെ. ഇത് ശരിക്കും ഏതാ മോഡൽ? ഇത് 2016 ഇയോൺ ആണ്. ഇത് വേരിയന്റ് എന്ന് പറയുമ്പോൾ ഇറ പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ, നല്ല സീറ്റ് കവറും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയർ എല്ലാം നല്ലതാണ്. ഇത് വെറും 13,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ആകെ 13 ഓടി. വെറും 13. 2016 13,000 എന്നൊക്കെ പറയുന്നത് ജെനുവിൻ ആണ്. നമ്മൾ മീറ്റർ ടാമ്പേഡ് ചെയ്ത വണ്ടികൾ എടുക്കാറില്ല അല്ലേ? അതെ. ഓക്കെ. അതുപോലെ തന്നെ കമ്പനി വന്ന ആ ടയറാണ്, സെയിം ടയർ തന്നെയാണ്. വെറും 13,000 കിലോമീറ്റർ ഓടിയ 2016 വണ്ടിയാണ്. ഇറ പ്ലസ് വേരിയന്റ്, പെട്രോൾ ആണ്. ഇതിന്റെ സ്ക്രാച്ചുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആപ്പിൽ തന്നെ മെൻഷൻ, ബമ്പർ സൈഡിലൊക്കെ ചെറിയ സ്ക്രാച്ചുകൾ, അതൊക്കെ ആപ്പിൽ മെൻഷൻഡ് ആയിരിക്കും. അതെ അതെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് ശരിക്കും 2,99,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് പറയുന്നത്. അതായത് 3 ലക്ഷമാണ്. ഇപ്പൊ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞിട്ട് 2,83,000 രൂപയ്ക്ക് ഈ വണ്ടി എടുക്കാം. 2,83,000 രൂപയാണ് ഇതിനിപ്പോ പ്രൈസ് ചോദിക്കുന്നത്. വാറന്റി കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് ലേശം കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെ അതെ. ചിലപ്പോൾ നാളത്തേക്ക് ചിലപ്പോൾ ഒന്നുകൂടി കുറയാനും റേറ്റ് കുറയാൻ ചാൻസ് ഉണ്ട്. അതെ, അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളൂ. എന്തായാലും 2016 വളരെ വളരെ ലോ കിലോമീറ്റർ, വെറും 13,000 കിലോമീറ്റർ ഓടിയ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇയോണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് സെയിം സാധനമാണ്. അൾട്ടോ 800ഉം കാരണം ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ വിറ്റുപോയ ഒരു വണ്ടികളിലാണ്. രണ്ട് വണ്ടികളുമാണ് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നതും. ഒരു
നല്ലൊരു ഫാമിലി വെഹിക്കിൾ എന്ന് പറയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരു ബൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ ഇത് കൊണ്ടുവരാം. ഉറപ്പായിട്ടും. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2017 ഓൾട്ടോ 800 ആണ്. ഇത് വെറും 15,000 കിലോമീറ്റർ 15,000 വണ്ടി ഓടിയിട്ടുള്ളൂ. ആകെ അത്ര ഓടിയിട്ടുള്ളൂ. 17 വണ്ടി സിംഗിൾ ഓണർ വണ്ടിയാണ്. LXI ആണ് വരുന്നത്, ബേസ് വേരിയന്റ് ആണ്. പവർ സ്റ്റിയറിംഗ് പവർ വിൻഡോ ഉണ്ടെന്ന് തോന്നുന്നു. അതെ LXI അല്ലേ? അപ്പൊ എന്തായാലും LXI ആണ്. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒരു കുഴപ്പമില്ല, പക്ക ക്ലിയർ വണ്ടിയാണ്. ഇതിന്റെ കമ്പനി പ്രൈസ് എന്ന് പറയുന്നത്, അതായത് ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 3,30,30 രൂപയാണ്. ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 2,98,000 രൂപയ്ക്ക് വണ്ടി എടുക്കുക. 2,90,000, ഏകദേശം 3 ലക്ഷം രൂപ തന്നെ കണക്ക് കൂട്ടാം. 2,98,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2017 വളരെ വളരെ ലോ കിലോമീറ്റർ സീറോ ക്ലൈം ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, ഒരു കുഴപ്പമില്ല, നല്ല ക്ലിയർ ആണ്. ടയർ എല്ലാം അടിപൊളിയാണ്. ഈവൻ ആ ടയറിലെ ആ ടാഗ് പോലും അവർ അഴിച്ചു മാറ്റിയിട്ടില്ല, അതുവരെ ടയറിലുണ്ട്. അത് മാത്രമല്ല 15 ഓടിയ ടയറാണ് കിടക്കുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നല്ലോണം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. 2,98,000 രൂപയ്ക്ക് വളരെ ലോ കിലോമീറ്റർ വണ്ടി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തു. ഈ കാറും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ അവിടെ കണ്ട ഈ കാറും രണ്ടും സെയിം ഇതാണ് വരുന്നത്. രണ്ടും ഒരു നല്ല വണ്ടി തന്നെയാണ്. ഓൾട്ടോ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചൊരു താന്നിരിക്കേണ്ട ഒരു ഫീൽ വരും. ഹൈറ്റും ഉണ്ട്, വണ്ടിക്ക് കുറച്ച് വലിപ്പമുണ്ട്. പിന്നെ ഇയോൺ എന്ന് പറയുമ്പോൾ കുറച്ച് നേരക്ക് ഇരിക്കാൻ നമുക്ക് ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. മൈലേജും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും. ഏറ്റവും പുതിയ മോഡല്, പുതിയ ഷേപ്പിലുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു കിഡ് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ റെഡ് കളറിൽ ഒരു സാധനം ഇവിടെ ഉണ്ട്. ഇത് ഏതാ മോഡലൊക്കെ? ഇത് 2020 മോഡലാണ്. RXT പറഞ്ഞ വേരിയന്റ് ആണ്. അതായത് ഇത് 20 മോഡൽ 21 രജിസ്ട്രേഷൻ. അത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ടാഗ് ഒക്കെ അത് 5/1/2021 ആണ് അതിന്റെ എക്സാക്ട് ഡെലിവറി ഡേറ്റ് വരുന്നത്. ഇത് വേരിയന്റ് ഏതാ പറഞ്ഞത്? ഇത് RXT എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. AMT ആണ് വരുന്നത്. RXT AMT ആണ്, 1 ലിറ്റർ ആണ്. ഇത് ഓട്ടോമാറ്റിക് വണ്ടിയാണ്. വെറും 21,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അല്ലേ? പിന്നെ ഇതിനകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അത്യാവശ്യം 9 ഇഞ്ചിന്റെ ഒരു ടച്ച് സ്ക്രീൻ ഒക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് തന്നെ വരും. എല്ലാവിധ ഫീച്ചേഴ്സും വരും കേട്ടോ. എന്തുകൊണ്ടും ലേഡീസിനൊക്കെ എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഏകദേശം ഒരു 18 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും. കംപ്ലൈൻസും കുറവാണ്. 1 ലിറ്റർ ആയതുകൊണ്ട് അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വേറെ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒരു കുഴപ്പമില്ല, എല്ലാം ക്ലിയർ ആണ്. കിലോമീറ്റർ ഒക്കെ പക്കാ ജെന്യുइन ആണ്. കിലോമീറ്റർ കിലോമീറ്റർ 21,900 കിലോമീറ്റർ 21,900 കിലോമീറ്റർ കേട്ടോ. അപ്പോ എന്താ പറയണ്ടേ, നല്ലൊരു വണ്ടി, ലോ കിലോമീറ്റർ ഓടിയ വണ്ടി, അതും 21 മോഡൽ 22 രജിസ്ട്രേഷൻ ഉള്ള വണ്ടി. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ ഇവിടുത്തെ ശരിക്കുള്ള പ്രൈസ് 5,53,000 രൂപയാണ്. ഇപ്പൊ വാലന്റൈൻസ് ഡേയുടെ ഓഫറും റിപ്പബ്ലിക് ഡേയുടെ ഓഫറും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് 5,02,000 രൂപയ്ക്ക്, അതായത് 5 ലക്ഷം രൂപയ്ക്ക് വണ്ടി എടുക്കാം അല്ലെ? 5 ലക്ഷം രൂപയ്ക്ക് 2021 മോഡൽ വണ്ടി കിട്ടും കേട്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ 22 എന്നായിരുന്നു. അതായത് 20 മോഡൽ 21 രജിസ്ട്രേഷനുള്ള വണ്ടി കിട്ടും. പ്രൈസ് കുറയൂലോ അല്ലേ? കുറയും. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച്. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർ അത് പറയണം കേട്ടോ. നല്ല രീതിക്ക് കിട്ടത്തില്ല, പറഞ്ഞു തരണം. പിന്നെ ബാക്കിയൊക്കെ പക്ക, എല്ലാം പക്കയാണ്. എന്തായാലും നോക്കിക്കോളൂ കേട്ടോ. പിന്നെ ഫുൾ ഓൺ കേസ് ഞാൻ പറയുന്നില്ല, ഫുൾ ഓൺ കിട്ടും. അടുത്തായിട്ട് നമ്മുടെ ടാറ്റയുടെ ഫാമിലിയിലെ ഒരു ഫാമിലി വണ്ടിയാണ്. ഇത് ടിയാഗോ ആണ്. ടിയാഗോ ഏതാ മോഡല്? ഇത് 2017 മോഡലാണ്. 17 പഴയ ഷേപ്പ് ആണ് കേട്ടോ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 56,000 ജെന്യുइन കിലോമീറ്റർ ആയിരിക്കുമല്ലോ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും കാര്യമായ സ്ക്രാച്ചസ് ഒന്നും കാണുന്നില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പിന്നെ ഇതിന്റെ അകത്ത് കൂളിംഗ് ഒട്ടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ പറിച്ചു കളഞ്ഞാൽ RTO പിടിക്കാൻ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല കട്ടയുള്ള ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്റീരിയർ ആണെങ്കിലും മോശമൊന്നുമില്ല കേട്ടോ, നല്ല ഫീച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് വേരിയന്റ് ഏതാ? ഇത് XT എന്ന് പറയുന്ന വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ അല്ലേ? മിഡിൽ ഓപ്ഷൻ ആണ്. അതെ, ഒട്ടുമിക്ക സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്, സിംഗിൾ ഓണർ ആണ്. എത്ര ഓടിയെന്ന് പറഞ്ഞേ? ഇത് 56,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഓക്കെ, ക്ലീൻ വണ്ടി കേട്ടോ. എന്താ പ്രൈസ് വരുന്നത്? ഇതിന്റെ എല്ലാ ഡിസ്കൗണ്ട് എല്ലാം കഴിഞ്ഞ് 4,27,000 രൂപയ്ക്ക് വണ്ടി എടുക്കാം. 4,27,000. മോഡൽ ഏതാ പറഞ്ഞേ? മോഡൽ 2017 അല്ലേ? 17 ടാറ്റ ടിയാഗോ 4,27,000 രൂപയ്ക്ക്. ഇത് വലിയ കൂടുതലാണ് ഒരിക്കലും ഞാൻ പറയില്ല, കാരണം നല്ല ബെസ്റ്റ് പ്രൈസ് ആണ്. അത് ആ ഓഫറിൽ വന്നുകൊണ്ടാണ്. നിങ്ങൾ നോക്കിക്കോളൂ. 4,27,000 രൂപ നിങ്ങൾക്ക് ഫുൾ ലോണും കിട്ടും. 1 രൂപ കയ്യിൽ നിന്ന് കൊടുക്കണ്ട. വന്ന് നോക്കിക്കോളൂ, ഓടിച്ച് നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നല്ല ക്വാളിറ്റി ഉള്ള ഒരു i20 കൂടി കാണിച്ചു തരാം. i20 ഏതാ മോഡൽ? ഇത് 2016 വണ്ടിയാണ്. 16 ആണ്. 16 ഏതാ വേരിയന്റ് വരുന്നത്? ഇത് മാഗ്ന എന്ന് പറഞ്ഞ വേരിയന്റ്. മാഗ്ന ആണ്. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. AC പവർ സ്റ്റിയറിംഗ്, 4 പവറിന്റെ സെന്റർ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് എല്ലാം ഉണ്ട്. മാഗ്ന വേരിയന്റ് 1.2 ലിറ്റർ ആണ് എഞ്ചിൻ വരുന്നത്. പെട്രോൾ ആണ് വരുന്നത്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 38,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 16 38,000 എന്ന് പറഞ്ഞാൽ വളരെ ലോ കിലോമീറ്റർ തന്നെയാണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒരു കുഴപ്പമില്ല. നീറ്റ് വണ്ടിയാണ്. ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 90% തന്നെ പറയാം. നല്ല കട്ടയുള്ള ടയറാണ്. പിന്നെ ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളും ഒന്നും മോശമില്ല. അത്യാവശ്യം ഒരു ഫാമിലിക്ക് എല്ലാം ക്ലിയർ ആണ്. ഇത് 38,000 ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഒന്നാണ്, സിംഗിൾ ഓണർ ആണ്. ഇത് എന്താ റേറ്റ് വരുന്നത്? ഇതിന്റെ റേറ്റ് പറയുന്നത് 5,40,000
5,42,000 രൂപ. 5,42. 5,42. 6,03,000 രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് 5,42,000 രൂപയ്ക്ക് വണ്ടി എടുക്കാം അല്ലേ? 5,42,000 രൂപയ്ക്ക് നിങ്ങൾക്ക് 2016 മോഡൽ മാഗ്ന പ്ലസ് വണ്ടി കിട്ടും. എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ല ക്ലീൻ വണ്ടിയാണ്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ അവസാന ഘട്ടങ്ങളിലേക്ക് പോകുമ്പോൾ നല്ലൊരു പെട്രോൾ സ്വിഫ്റ്റും കൂടി കാണിച്ചു തരാം. ഇത് ഏതാ മോഡൽ? ഇത് 2015 വണ്ടിയാണ്. 15 വണ്ടിയാണ്. VXi ആണോ? VXi ആണ്. മിഡ് വേരിയന്റ് ആണ്. മിഡിൽ ഓപ്ഷൻ ആണ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് വെറും 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 54,000 കിലോമീറ്റർ ഓടിയ 4 കടും പുത്തൻ ടയർ കിടക്കുന്നുണ്ട്. ഓടാത്ത ടയറാണ് കേട്ടോ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒക്കെ ആണെങ്കിലും കമ്പനി വന്ന സീറ്റാണ്. പക്ഷെ നല്ല വൃത്തിയുണ്ട്. കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. അതെ അതെ അതെ. ഒട്ടുമിക്ക ഫീച്ചേഴ്സ് എല്ലാം വരും. നമുക്ക് ബേസിക്കലി വേണ്ടുന്ന എല്ലാ സാധനവും ഉണ്ട്. ക്ലീൻ ആണ് വണ്ടി മെയിൻ ആയിട്ട്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ലാത്തതുകൊണ്ട് അടിപൊളി വണ്ടി അല്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത്? ഇത് കറക്റ്റ് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. അതെ, 5,38 ചോദിക്കുന്നത്. 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. 5 ലക്ഷം രൂപയ്ക്ക്. അതായത് 2016 പെട്രോൾ സ്വിഫ്റ്റ് ആണ് ആലോചിക്കണം. 5 ലക്ഷം രൂപ. അതെന്തായാലും നിങ്ങൾക്ക് അത്ര വലിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ മാക്സിമം നമ്മുടെ ആൾക്കാർക്ക് ഇവർ ഡിസ്കൗണ്ട് ആക്കി തരും. സിംഗിൾ ഓണർ ആണ്. സിംഗിൾ ഓണർ ആണ്. 15 അപേക്ഷിച്ച് ലോ കിലോമീറ്ററുമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് തരും. ഞാൻ കുറേ നേരമായി പറയുന്നത് മറക്കണ്ട. എന്തായാലും ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ Car24 ഇത്രയും സമയം കാണിച്ച ഇത്രയധികം വണ്ടികളിൽ ഏതെങ്കിലും വണ്ടിയുടെ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എന്തെങ്കിലും വേണമെങ്കിൽ ബ്രോനെ കോൺടാക്ട് ചെയ്തത് നമ്പറും കാര്യങ്ങളൊക്കെ മേൽഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ കാണിച്ച എല്ലാം ചെറുവണ്ടികളാണ്. അതിൻ്റെ പുറമെ ഇതേ പുതുപുത്തൻ ജീപ്പ് കിടപ്പുണ്ട്, XUV ഉണ്ട്, അതുപോലെ തന്നെ ക്രെറ്റയുണ്ട്. ഈ ഒരു സൈഡിലൊക്കെ അത്യാവശ്യം വരുന്നത് അല്ലേ? അങ്ങനെ എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. പിന്നെ ഇതൊന്നും വെറുതെ എല്ലാം കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കാണിക്കാത്തത്. Car24 ആപ്പ് നിങ്ങൾ എന്തായാലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തോളൂ. അതിനകത്ത് എത്ര വണ്ടി ഉണ്ട്, എന്തൊക്കെയുണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും ഞാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു. അത് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയി ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പിന്നെ ഈ കാണിച്ചതിന്റെ പുറമെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടീൻ്റെ എൻക്വയറി, അതായത് ഇപ്പോൾ ആപ്പ് ഒന്നും ഉപയോഗിക്കാൻ അറിയാത്തതായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ, നമുക്ക് ഡയറക്റ്റ് നമ്മുടെ നമ്പറിലേക്ക് വിളിച്ചാൽ മതി അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് വേണ്ടത്, അത് ഏത് മോഡലാണ് വേണ്ടത്, എങ്ങനത്തെയാണ് വേണ്ടത്, എല്ലാ ഡീറ്റെയിലും ഇവരോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഇവർ എൻ്റെ ഏതൊക്കെ വണ്ടി അവൈലബിൾ ആണെന്ന് നിങ്ങൾക്ക് വാട്സപ്പ് വഴി അയച്ചു തരും കേട്ടോ. അപ്പോൾ എന്നാലും ഈ ആപ്പൊക്കെ ഉപയോഗിക്കാൻ അറിയാത്ത പ്രായമായ കാരണന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. നല്ല വണ്ടി എടുക്കാൻ എന്തായാലും Car24 നിങ്ങളെ മാക്സിമം ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ നമ്മുടെ പേര് പറഞ്ഞാൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാമല്ലേ ബ്രോ? ഉറപ്പായിട്ടും അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. എല്ലാ മാസവും ഓരോ വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടികൾ ഏതെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഡെയിലി വേറെ ഓരോ കാറുകളും ഡെയിലി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്ന കാറുകൾ ഇറങ്ങുകയും ചെയ്യും. അപ്പോൾ അതുപോലെ ഡെയിലി അപ്ഡേറ്റ്സ് തരും നിങ്ങൾക്ക്. എല്ലാ മാസവും നമ്മുടെ വീഡിയോ ഉണ്ടാവും. പിന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജും അതും ഇതും എല്ലാം ഉണ്ട് കേട്ടോ. എല്ലാത്തിലും ഈ പറഞ്ഞ അപ്ഡേഷൻസ് എല്ലാം വരും. എന്തായാലും നോക്കിക്കോളൂ. ഈ ഒരു എപ്പിസോഡ് ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ.